വൈഷ്ണവ പുരാണങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള 2 പുരാണങ്ങളാണ് വിഷ്ണു പുരാണവും അതുപോലെ തന്നെ ഭാഗവതവും. അതിലൂടെ പറയുന്ന ചില കാര്യങ്ങളെയും കൂടെ നമുക്കിവിടെ കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ഈ വിഷയത്തെ പൂർത്തീകരിക്കാം. സത്യയുഗത്തിൽ ദേവനും അസുരനും 2 തലങ്ങളിലായിരുന്നു. ദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാടുണ്ട്. അസുരൻ എന്ന വാക്കിനും ഒരുപാട് അർത്ഥമുണ്ട്. ദൈത്യനെന്നും ദേവാരി എന്നും ജീവൻ എടുക്കുന്നവനെന്നും ജീവനുള്ളവനെന്നും. അസുരൻ എന്ന വാക്കിന് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അസുരക്ഷിതൻ, സുരക്ഷിതനല്ലാത്ത ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളെന്നും കൂടി ഒരർത്ഥമുണ്ട്. അപ്പം ദേവനെന്നും അസുരനെന്നും കൂടെ നമുക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാർത്ഥനെന്നും നിസ്വാർത്ഥനെന്നും കൂടെ എടുക്കാം. രണ്ടുപേരും മുന്നോട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ ഞാൻ, എൻ്റേത്, എനിക്ക് എന്നുള്ള വികാരത്തിൽ മാത്രം എന്നെ ആരാധിക്കണം, ഞാൻ നേടണം, എൻ്റെ രാജ്യം എല്ലാം എൻ്റെ. മറ്റേത് ഞാൻ ചെയ്യുന്നതെല്ലാം അവരനും സുഖത്തിനായിട്ട് വരണമെന്ന് ആചരിക്കുന്നവർ ദേവന്മാർ. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് ചിന്തിക്കാം. അപ്പോൾ രണ്ടുപേരും സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അസുരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥതയെന്നും ദൈവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്വാർത്ഥതയെന്നും കൂടി എടുത്ത് മുന്നോട്ട് പോകാം. അപ്പം വൈഷ്ണവ പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവനും അസുരനും 2 തലങ്ങളിലായിരുന്നു സത്യയുഗത്തിൽ. ശ്രീരാമചന്ദ്രൻ്റെ കാലമായപ്പോഴത്തേക്ക് ദേവനും അസുരനും 2 രാജ്യങ്ങളിലായി ചുരുങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അത് ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക്, കൃഷ്ണൻ്റെ കാലമായപ്പോഴത്തേക്ക് ഒരു കുടുംബത്തിൽ അമ്മാവനും അനന്തരനുമായിട്ട് കംസനും കൃഷ്ണനുമായി മാറി. അത് കലിയുഗത്തിലേക്ക് വരുമ്പം ഓരോരുത്തരുടെയും ഉള്ളിലായി ആ അസുരനും ദേവനും ചുരുങ്ങുന്നു. സദാ കൺഫ്യൂഷനായിരിക്കും. ഏത് വിഷയത്തിനും ഒരു കൃത്യത ഉണ്ടാവില്ല. സ്പിരിച്വാലിറ്റിയിൽ വരുന്നവർക്ക് ഒടുക്കത്തെ കൺഫ്യൂഷൻ. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് പിന്നെ വലിയ ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. കലിയുഗത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് സാധകർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, നോളജിനെ അതിൻ്റേതായ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് അറിവില്ല, കഴിയുന്നില്ല. അത് നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളോടുകൂടിയും സാധനയിലോടും കൂടി അത് മനസ്സിലാകത്തുള്ളൂ.